തെരുവുനായ നിയന്ത്രണത്തിനായി സർവകക്ഷി യോഗം ചേർന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി IS ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തെരുവുനായ ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിരോധവും നിയന്ത്രണ മാർഗങ്ങളും നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതിക്കായി വിവിധ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ നായ്ക്കൾക്കും വാക്സിനേഷൻ പൂർത്തിയാക്കുക, അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം ആരംഭിക്കുകയും നായ്ക്കളുടെ വന്ധ്യംകരണം ഊർജിതമാക്കുകയും ചെയ്യുക, തെരുവുനായ്ക്കളെ ദത്തെടുക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയും നായക്കുട്ടികളെ വളർത്താനായി വിതരണം ചെയ്യുന്ന കേന്ദ്രവും ആരംഭിക്കുക, കൂടാതെ ഷെൽട്ടറുകൾ സ്ഥാപിക്കുക, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. യോഗത്തിൽ ഉയർന്നു വന്ന ഈ നിർദ്ദേശങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി വിശദമായി പരിശോധിച്ച് അടിയന്തരമായി കർമ്മ പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കാൻ യോഗത്തിൽ ധാരണയായി. യോഗത്തിൽ ഗേളി ഷാജി, ഷജിത്ത് PS, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, ഷാമില സലീം, രാജിഷ ശിവജി, വെറ്റിനറി സർജൻ ഡോക്ടർ ജെറി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. സുപ്രീം കോടതി വിധികളോ ഒക്കെ തന്നെ വന്നതിന്റെ ഭാഗമായി തെരുവുകളെ കൊല്ലുക എന്നുള്ളത് പ്രായോഗികമല്ല. നമുക്ക് നിലവിലുണ്ടായിരുന്ന നിയമം എന്ന് പറഞ്ഞാൽ APC ആണ്, ആനുവൽ ബർത്ത് കൺട്രോൾ. ഇത് നടപ്പാക്കാനുള്ള ചുമതല പ്രധാനമായും ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ഒരു APC കേന്ദ്രം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ചെലവുണ്ട്. അതിന് സ്ഥലം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് ആ APC കേന്ദ്രം എന്ന് പറയുന്നത് ഒരുപാട് സൗകര്യങ്ങളുള്ളതായിരിക്കും. ഡോക്ടർമാരുടെ എണ്ണം ഇത്ര ഡോക്ടർമാർ വേണമെന്നുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വേണമെന്നുണ്ട്, എയർ കണ്ടീഷൻ റൂം വേണം, വന്ധീകരിച്ച പട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള മുറി